നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം മറ്റാരുമല്ല, സഫ ലല്ലു ഇവരുടെ വിഷയമാണ് സംസാരിക്കാനുള്ളത്. വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒരു വീഡിയോയിലും ഇതുവരെക്കായിട്ടും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങൾ, കുറെ വെളിപ്പെടുത്തലുകൾ ഞാൻ ഇതിൽ നടത്താൻ പോവുകയാണ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, ഈ പറയുന്ന ലല്ലുവിന്റെയോ സഫയുടെയോ മെഹനു ഫസ്മിന ഇവരുടെ ആരുടെയെങ്കിലൊക്കെ ഫാൻസുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങോട്ട് കാണരുത് എന്നുള്ളതാണ്. നിങ്ങളുടെ നെഞ്ച് തകർന്നു പോകും. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഇത് യൂട്യൂബിൽ ആരും പറഞ്ഞിട്ടില്ല, എല്ലാവരും പറയാൻ മടിക്കുന്ന കാര്യമാണ്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഇത്രയേ ഉള്ളൂ, ആരാണ് ഈ മലരുകൾ? നമ്മളെ എനിക്കറിഞ്ഞൂടാ, ഇത് ആരാണ് ഈ പറയുന്ന മലരുകൾ? ആരാണ്? എന്റെ പള്ളി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസമല്ല, കുറെ ദിവസം കൊണ്ട് ഞാൻ ഇനി തുറക്കുമ്പോ ഈ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കഥാപാത്രങ്ങളുടെ പേര് ഞാൻ കണ്ടുപിടിച്ചു. റിഫ, മെഹനു, അടുത്ത ഫസ്മിന, ലല്ലു, സഫയായാലും കൊള്ളാം, സോഫയായാലും കൊള്ളാം. ഇതാ എനിക്കറിഞ്ഞു, മനസ്സിലായോ? ഇത് ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ട്. ഞാൻ എന്താണിത്? എന്നെ പോലെ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ഇത് കണ്ട് എനിക്ക് കുറെ വീഡിയോസ് കണ്ടു നോക്കി, ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ വീഡിയോസ് കണ്ടപ്പോൾ ഈ ഹാപ്പി ഹസ്ബൻഡില് നമ്മുടെ യവൻ ഇരിക്കും പോലെ, ആര്, സലീം കുമാർ ഇരിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ, ഇങ്ങനെ മുടിയൊക്കെ വിഡ്ഢികൾ. അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവരുടെ ഭാര്യമാരാരാണെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായി, എനിക്ക് മെന്റലാണെന്ന്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്നെ പോലെ പിന്നെ ഇരിക്കുന്ന കിളി പോയിരിക്കുന്ന കുറെ എണ്ണം കാണുക, ഇത് എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ കേട്ടോ. അപ്പൊ ഞാൻ നോക്കി കണ്ടുപിടിച്ച്, അപ്പൊ ഒരാള് എന്നെ പോലെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ട് എന്നറിഞ്ഞ് ഒരാള് ഒരു സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അപ്പോ കൺഫ്യൂഷൻ ഇല്ലവർക്ക് നമുക്കൊന്ന് നോക്കാം ഇതെന്താണെന്ന്. ഓക്കെ, ഇതാണ് ലെവൻ ഇട്ടിരിക്കുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ, ആ കിടക്കുന്നു ഫസ്റ്റ് മാരേജ്. അതായത് ഈ പെണ്ണിയാണെന്ന് തോന്നുന്നത്, ഈ പെണ്ണ്, അതായത് സഫ എന്ന് പറയുന്ന പെണ്ണല്ലേ, അവളുടെ ഫസ്റ്റ് മാരേജിൽ വേറൊരു താടിക്കാരനാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊരു താടിക്കാരൻ, അവൻ ആരോ എന്തോ എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ഇത് സെക്കൻഡ് മാരേജ്. അതായത് ഇവള് രണ്ടാമത് കെട്ടിയത് ലെവന്, ഈ മഞ്ഞ ഷർട്ട് ഇരിക്കില്ലേ, ഈ ലെവന് രണ്ടാമത് കെട്ടി. എല്ലാം മനസ്സിലാക്കി വെച്ചോ, അവൻ രണ്ടാമത് കെട്ടി. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ഇനി അടുത്ത് ഈ കെട്ടിയവനില്ലേ, ഈ കെട്ടിയവന്റെ ഫസ്റ്റ് മാരേജ് ഇല്ല, അതായത് ഈ സഫ എന്ന് പറയുന്ന പെണ്ണിനെ കെട്ടിയവന്റെ ഫസ്റ്റ് മാരേജ് കെട്ടിയത് ഈ പറയുന്ന ലെവലാണ്. ഇത് ലെവല് ഇവിടെ വേറെ എന്താ ഇവളല്ലടി മറ്റേ ഈ പറഞ്ഞതുപോലെ മറ്റേ തൊപ്പീര ഗേൾ ഫ്രണ്ട് എന്നോ എക്സ് എന്നോ. അപ്പൊ ഈ തൊപ്പി ആര് ഇതിനകത്ത്? അപ്പൊ ഈ ചുവന്ന് നിൽക്കുന്ന ഇവള് പേരെന്തിന് തേങ്ങയാണ്. ഇവള് തൊപ്പീരാരായിരുന്നു? ഇത് യവന്റെ ആദ്യത്തെ വൈഫായിരുന്നു ലെവല്. യവൻ നേരെ പോയി സഫ എന്ന് പറയുന്ന ലെവളെ രണ്ടാമത് കെട്ടി, മനസ്സിലായോ? പക്ഷെ സഫയ്ക്ക് വേറൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അതാണ് ലെവൻ, ഈ താടിക്കാരൻ, മനസ്സിലായോ? ലെവന്റെ, അതായത് ഈ ലെവലിന്റെ ഈ ചുവപ്പില്ലേ, ലെവലുടെ ആദ്യ ഭർത്താവായിരുന്നു ലെവൻ ഇപ്പോ രണ്ടാമത് കെട്ടി സഫേന്. എന്റെ അമ്മ, വല്ലം മനസ്സിലായടേ ഇത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ? അമ്മനെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇത് ലെവന്റെ ഭാര്യ യവന്റെ ഭാര്യ ലെവനെ കെട്ടി, ലെവന്റെ ഭാര്യ ഒളിച്ചോടി പോയവന്റെ ഭർത്താവ് വന്നിരുന്ന് പറയുന്നത് എന്റെ ഭാര്യ ഒളിച്ചോടി പോയി. ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു റിസോർട്ടിൽ വരുന്നു. അപ്പൊ വേറൊരു ഭർത്താവും വേറൊരു ഭാര്യയും വരുന്നു. ആ ഭാര്യ പറഞ്ഞു ഈ ഭാര്യ മറ്റൊരാളുടെ ഭാര്യയാണെന്ന്. അപ്പൊ വേറൊരു ഭാര്യയും ഭർത്താവും വരുന്നു. ഭാര്യ ഒരിടത്ത് പറയണേ ഞാൻ ഒളിച്ചോടിയോ, ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. ഇപ്പൊ ആരാണ് മണ്ടത്തിൽ? ആർക്കാണ് ഭ്രാന്ത്? എനിക്കാണ് ഭ്രാന്തെന്നാ തോന്നുന്നത്. ഞാനിത് കണ്ട് എനിക്ക് ഭ്രാന്തായി. സത്യം, എനിക്ക് 100% ഉറപ്പുണ്ടാവും ഇതുപോലെ എന്നെ പോലെ ഭ്രാന്തായിരിക്കണ കുറെ എണ്ണം കാണുമോ. അങ്ങനെ ഇതൊന്നും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഒന്നും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയാണ്, എനിക്ക് മനസ്സിലായിട്ടില്ലേ എന്തോ എല്ലാവരും ചടപട പറയുന്ന വീഡിയോ ഇടുന്നു. ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇടാന്ന് പറഞ്ഞ് നോക്കിയിട്ട് എന്റെ കിളി പോയതല്ലാതെ എനിക്ക് എന്താണ് ഇത്? എനിക്ക് മനസ്സിലാവില്ല.
ലവന്റെ ഭർത്താവ് ലവന്റെ കൂടത്ത് പോയി, ഇവളെ ഭർത്താവ് ഇവളെ കൂടത്ത് പോയി. അതായത് വേറെ ഫസ്മിന, ലവളുടെ പേര് ഫസ്മിന. ഈ ഫസ്മിനയാണ് പണ്ട് ഈ പറയുന്ന തൊപ്പിയുടെ കൂടെ പോയിരുന്നിട്ട് ഇവളെ പോയപ്പോ തൊപ്പി കിടന്ന് കരയുന്നു. ഇവളെ കഞ്ചാവ് എന്തോ എന്ന് പറഞ്ഞോണ്ട് ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ അക്ബറിന്റെ കേസ്. എനിക്ക് ഈ ഫസ്മിനെ എപ്പോഴും കാണാം. കുറെ ചാറ്റ് വെച്ചോണ്ട് ഞാനെന്താ ചാറ്റ് പുറത്ത് വിടും, ഞാൻ മറ്റേത് ചെയ്യും മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ചാറ്റും കുറെ ചാറ്റുകൾ പുറത്ത് ഞാൻ കിളി പറഞ്ഞിരിക്കുന്നു. ഭയങ്കര ന്യൂസ്, ആൾക്കാർ കുത്തി താളി ഫസ്മിനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ക്യൂ ആണെന്ന്. ഇതുപോലെ ക്രൗഡില്ല. പക്ഷെ എനിക്കൊരു തേങ്ങയെ മനസ്സിലാവുന്നുണ്ട്. ഇത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവില്ല ഈ ഒരു സാധനം. ഇതിന്റെ ഇടയ്ക്ക് ഏതോ ഒരു പെൺകൊച്ച് മരിച്ചുപോയെന്ന് പറയുന്നു. അതാണോ വേറൊരു പെൺകൊച്ച്, ഇതിന്റെ ഇടയിൽ കൂടെ ഒരു പെൺകൊച്ച് ആത്മഹത്യ ചെയ്തു, അവരെ കൊന്നതാണെന്നോ എന്നൊക്കെ പറയുന്നു. അമ്മ വല്ല അങ്ങനെ ഇരുന്നിരുന്ന് ഞാനൊരു വീഡിയോ എന്തായാലും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കില്ല. ആ വീഡിയോയില് നാളെന്ന് അറിയണമല്ലോ സംഭവം, അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ കണ്ടു. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ആ ഒരു വീഡിയോ ഒന്ന് കേൾപ്പിച്ചുതരാം, വല്ല മനസ്സിലാവണമെന്നോ കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കത്തിപ്പടരുന്ന സഫ ലല്ലു വിവാദത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി സഫ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. സഫയും ലല്ലുവും ഒളിച്ചോടി എന്ന രീതിയിൽ സഫയുടെ ഭർത്താവ് മെഹനാസും ഫസ്മിനയും ചേർന്ന് നടത്തിയ പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ അതായത് സഫയും ലല്ലുവും ഒളിച്ചോടി എന്ന് അവളുടെ ഭർത്താവാരി അല്ലേ, പിന്നെ ഫസ്മിനയും അവരും കൂടി പ്രചാരണം നടത്തിയെന്നാണ് ഇവിടെ പറയുന്നത്. സഫ പറയുന്നത്. മറുപടി നൽകിയിരിക്കുന്നത് ഒരു ലൈവ് വീഡിയോയിലൂടെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഫ. താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും വ്യാജമാണെന്നുമാണ് സഫ ലൈവിൽ വ്യക്തമാക്കിയത്. സഫയുടെ ഭർത്താവായ മെഹനാസ് തന്നെയാണ് സഫ ഒളിച്ചോടി എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അതായത് സഫയുടെ ഭർത്താവാണ് മെഹനാസ്. ഈ മെഹനാസ് ആണ് ഈ വാർത്ത പുറത്തു, അതായത് സ്വന്തം ഭാര്യ ഒളിച്ചോടി എന്ന് വാർത്ത പുറത്തുവിട്ടത്. ക്ലിയർ ആണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കെങ്കിലും ഒന്ന് ക്ലിയർ ആവണം. സഫയുടെ ഭർത്താവാണ് മെഹനാസ്, എഴുതി വെച്ചു. സഫയുടെ ഭർത്താവ് മെഹനാസ്. ഓക്കെ, അപ്പോ സഫ യവന്റെ അടുത്ത് ഒളിച്ചോടി പോകുന്നു. അപ്പോ ഈ മെഹനാസ് വന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ? വാർത്ത ഇട്ട് എന്റെ ഭാര്യ ഒളിച്ചോടിയത് യൂട്യൂബിലിട്ട് പരസ്യപ്പെടുത്തി. അപ്പോ സഫ എന്ന് പറയുന്നത് ഞാൻ ഒളിച്ചോടിയിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ ഉള്ളത്. അതാണ് എനിക്ക് ഇത്രയും മനസ്സിലായത്. ബാക്കി ഇതിന് പിന്തുണയുമായി ലല്ലുവിന്റെ മുൻ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഫസ്മിനയും രംഗത്ത്. അപ്പോഴാണ് ലല്ലു, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സഫ എന്ന് പറയുന്നവൾ ഒളിച്ചോടിയത് ലല്ലുവിന്റെ കൂടെയാണ്. പക്ഷെ ലല്ലുവിന് വേറെ ഭാര്യ ഉണ്ടായിരുന്നു, അതാണ് മെഹറിൻ. എന്തൊരു ലവളും, അതായത് ലല്ലുവിന്റെ ഭാര്യയും ഈ പറയുന്ന സഫയുടെ ഭർത്താവും കൂടിയാണ് വന്ന് പറയുന്നത് സഫ ഒളിച്ചോടിയത്. അതായത് കൺഫ്യൂഷൻ. അതായത് ഒരുത്തൻ ഒരു ചീരയുടെ ഒളിച്ചോടി പോകുന്നു. ഓക്കെ, ഒരുത്തൻ ഒരു ചീരയുടെ ഒളിച്ചോടി പോകുന്നു. അപ്പോ ഈ ഒളിച്ചോടി പോയവന്റെ ഭർത്താവും ഇവളെ വിളിച്ചോണ്ട് പോയില്ലേ, അവളുടെ ഭാര്യയും കൂടി വന്നിരുന്ന പറയുന്നത് ഈ അവൾ ഒളിച്ചോടി പോയത്. എല്ലാം പിടി കിട്ടിയ ബുദ്ധി എനിക്ക് ചെറുതായിട്ട് കത്തുന്നുണ്ട്. ബാക്കി എന്നാൽ തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇരുവരും ചേർന്ന് നടത്തുന്നത് എന്നാണ് സഫ ആരോപിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവളെ വ്യക്തിഹത്യ ചെയ്യുന്നതാണ് സഫ പറഞ്ഞത്. ആ പേര് ഓർമ്മ ഉണ്ടല്ലോ, സോഫ എന്നുള്ളത് മനസ്സിൽ സഫ ഓർമ്മ വരും. ബാക്കി ഫാസ്മിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കടുത്ത ഭാഷയിലാണ് ഫാസ്മിനിയെ ലക്ഷ്യം വെച്ചു. അതായത് ഇപ്പൊ വിളിച്ചോണ്ട് പോയ അല്ലെങ്കിൽ ഒരുത്തരം വിളിച്ചോണ്ട് പോയില്ലേ, അവന്റെ ഭാര്യയാണ് ഫസ്മിന. ഓക്കെ, അവളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പൊ അവളെ ഭർത്താവിനെ അടിച്ചോണ്ട് പോയ അവള് സഫ വന്നിരുത്ത് അവളടുത്ത് പറയാണ് കേട്ടോ. സഫ പ്രതികരിച്ചത് പബ്ബിൽ അഴിഞ്ഞാടി നടക്കുന്നവളെ കെട്ടിയവൻ ഇട്ടിട്ട് പോയെങ്കിൽ അത്ഭുതപ്പെടാനില്ല എന്നും ലല്ലു രക്ഷപ്പെട്ടു എന്നും സഫ തുറന്നടിച്ചു. അതായത് ഫസ്മിന പബ്ബിൽ അഴിഞ്ഞാടി കിടക്കുകയാണ്, അതുകൊണ്ട് അത് അടുത്താണ് അവരുടെ ഭർത്താവ് എന്റെ കൂടെ ഇറങ്ങി. ലല്ലു എന്തായിട്ട്, അതായത് ഫസ്മിന പബ്ബിൽ അഴിഞ്ഞാടി കിടക്കുന്നുണ്ട്, അവരുടെ ഭർത്താവിന് സ്നേഹം വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഇത്തിരി സ്നേഹം തരുന്നത്, ഞാൻ കുറച്ച് സ്നേഹം കൊടുത്തു. ആര്? ഈ പറയുന്ന സഫ കുറച്ച് സ്നേഹം കൊടുത്തു. പക്ഷെ സ്നേഹം കൊടുത്തപ്പോൾ സ്വന്തം ഭർത്താവിന് കൊടുക്കാത്ത സ്നേഹം ഫസ്മിനയുടെ പാവം ഭർത്താവിന് കൊടുത്തു. അടുത്ത പോയിന്റ് ക്ലിയർ ആയല്ലോ. ബാക്കി ഭർത്താവ് മെഹനാസ് എന്തിനാണ് ഇത്തരമൊരു വ്യാജവാർത്ത പ്രചരിപ്പിച്ചത്? ഭർത്താവിന്റെ പേരാണ് മെഹനാസ്. ഞാൻ ചെയ്തൊരു പെണ്ണിന്റെ പേരുണ്ട്, ഭർത്താവിന്റെ പേര് മെഹനാസ്. അപ്പൊ ലല്ലു ആരുടെ? അപ്പൊ ലുല്ലു ആരി? ലുല്ലു അവനാരി? കൺഫ്യൂഷൻ ആയില്ല വീണ്ടും. ലല്ലു മെഹനാസ് ആര്? എപ്പോഴും മെഹനാസ് രണ്ടും ഒരാളാണോ? ഈ സഫയല്ലേ ഈ ലല്ലുവിനോടെ പോയത്? അപ്പൊ
മെഹനാസാരി സഫ ചോദിക്കുന്നു. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം പ്രചരണം നടത്തി മാനസികമായി തളർത്താനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും സത്യം അധികകാലം മറച്ചുവെക്കാൻ കഴിയില്ലെന്നും സഫ ഓർമ്മിപ്പിക്കുന്നു. വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ്. സഫയുടെ ഈ ലൈവ് വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഉറപ്പായിട്ട് വൈറലാവും. നിങ്ങൾക്ക് വല്ല മനസ്സിലായില്ല? അമ്മയാണ് ഞാൻ തമാശ പറയുന്നത്. അമ്മയാണ് ഞാൻ തമാശ പറയുന്നല്ല. എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അല്ല ഇപ്പൊ ഞാൻ നോക്കട്ടെ. ഞാനിവിടെ ഒരു പോസ്റ്റ് ഈ റിഫ ആരപ്പോഴും റിഫ എന്ന് പറയുന്ന അതെ ഈ റിഫ എന്ന് പറയുന്ന കുട്ടിയാണോ? എനിക്ക് സത്യം ഞാൻ തമാശ ഈ റിഫ ആയിരുന്നു എനിക്ക് അറിയത്തില്ല കേട്ടോ. റിഫ മെഹനു ഫസ്റ്റ് മാരേജ്, അതായത് റിഫ മെഹനുവിനെ കെട്ടി. ഓക്കെ ശരി ഓക്കെ. എന്നിട്ട് ഫസ്മിന തൊപ്പിയുടെ എക്സ് ആയ ഫസ്മിന എന്ത് ചെയ്യുന്നറിയാമോ? ലല്ലുവിനെ കെട്ടി. ഓക്കെ. അപ്പോ ലല്ലു ഒളിച്ചോടി. ആരോടത്ത്? സഫേരോടെ ഒളിച്ചോടി. അപ്പൊ ഈ സഫ ആര്? ഏതോ നിഴൽ സ്വപ്നങ്ങളായി വേളാമ്പൽ കേഴും വേനൽ കുടിരും നീ. എനിക്കിങ്ങനെയാണെങ്കിൽ ഭ്രാന്താവും. അമ്മയുടെ ഞാൻ പകുതി ഭ്രാന്തായിട്ടുണ്ട്. എന്തൊക്കെ കാണിക്കണോ എന്തോ എനിക്ക്. ഇനി ഒരു 1-2 റീലുകളുണ്ട്. ആ റീലുകള് നമുക്കൊന്ന് നോക്കാം കേട്ടോ. റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് മരിച്ചു പോയത് കേട്ടോ. സോറി, ഈ റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചുപോയി. എങ്ങനെ മരിച്ചാന്ന് ചോദിച്ചാൽ കേട്ടോ. റിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചുപോയി. ഇനി ഫസ്മിനെ വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നേ, അത് ഞാൻ ഇവിടെ വെക്കാൻ വേണ്ടി. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടായിരുന്നു. സഫയുടെ കുറച്ച് ചാറ്റ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അത് യൂട്യൂബില് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പോൾ ഇട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ പോളിൽ കുറച്ചൊരു നോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോ ആരാന്ന് നോക്കാൻ വേണ്ടി ഞാൻ എടുത്തു നോക്കുമ്പോൾ അതാ ഈ കുട്ടി നോ പറഞ്ഞേക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ. എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് നോ കുത്തിയേക്കുവാണ്. എന്തിനാണ് സഫ ഇങ്ങനെ പേടിക്കുന്നത്? സഫ മനസ്സിലായോ? അതായത് ഈ സഫയുടെ, അതായത് സ്വന്തം ഭർത്താവിനെ അടിച്ചുകൊണ്ട് ഓടിയ ഏതാണ്ടൊക്കെ എനിക്ക് ക്ലിയർ ആയി. കളിയാക്കിയെന്ന് വേണ്ട, എനിക്ക് കുറെ ക്ലിയർ ആയി. അതായത് എന്റെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയ സഫയുടെ കുറെ ചാറ്റുകൾ, വേറെ ആരോടത്തോ ചൊല്ലിയ ചാറ്റുകൾ എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ പബ്ലിഷ് ആക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഒരു പോൾ ഇട്ടപ്പോൾ അതിനകത്ത് നോ കുത്തിയവർ കുറെ ഉണ്ട്. അപ്പൊ നോ കുത്തിയവരെ ലിസ്റ്റ് നോക്കി അത് സഫ പറയുന്നത് നോ 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 പുറത്തിടരുതെന്ന്. അപ്പൊ ഇവള് പറയുന്നത് നീ എന്തിനാണ് ഈ പേടിക്കണത് എന്നുള്ളതാണ്. ഇതിന് മറുപടിയായിട്ട് സഫ വന്നിട്ടുണ്ട്. സഫയുടെ മറുപടി ആക്കാമേ. മോളെ ഫസ്മിന സക്കീറെ, നിന്റെ സ്റ്റോറിയില് പോളിനകത്ത് ഞാൻ ഓട്ട് ഓക്കെ, അതെനിക്ക് പേടി ഉണ്ടായതുകൊണ്ടെന്നല്ല, അതെന്റെ ഇഷ്ടം. എന്ത് പോളിൽ യെസ് ഓർ നോയിൽ എന്ത് ഇടണം എന്ന് എന്റെ ഇഷ്ടം. ഓക്കെ. പിന്നെ നീ പറഞ്ഞു ഞാൻ പൈസ വാങ്ങി എന്നുള്ളത്, അതെന്റെ കൂട്ടുകാരന്റെ കഴിവ് കൊണ്ട് തന്നെയാണ്. എന്റെ കൂട്ടുകാരൻ എന്നെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ. പിന്നെ നീ ചാറ്റ് ഇടാവുന്നത് അതായത് മൊയിലാളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കമന്റ് ഇട്ട് എവിടെ സംഭവിച്ചു ഞാൻ തന്നെയാണ്. കാരണം കള്ളം പറയാൻ പറ്റില്ല, പ്രൂഫുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് കമന്റ് ഇട്ടത്. പിന്നെ എവിടെ അവളെ ഇവിടെ ലോകം പൂരെ കിടന്ന് പൈസ കടം വാങ്ങുന്നു എന്നാ പറയുന്നത്. ഭർത്താക്കന്മാരെ മാത്രമല്ല പൈസയും കടം വാങ്ങുന്നു. അപ്പൊ എന്നെ ഞാൻ തന്റെ അടുത്ത് പൈസ വാങ്ങിച്ചത് 11 പറഞ്ഞിട്ടാണ്. 11 അമ്മനെ ഇതെല്ലാം ഇത് കച്ചട കേസുകളാണ്. എനിക്ക് തോന്നുന്നത് ഇത് കച്ചടയാണ്. സ്വന്തം ഭർത്താവിനെ വേറെ അടിച്ചോണ്ട് പോകുന്നു, അവളെ ഭർത്താവിനെ എവിടെ അടിക്കുന്നു, എവിടെ ഭർത്താവിനെ അവളെ അടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് ഇവര് ഒരു ബിസിനസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടുന്നു, പണം ഉണ്ടാക്കുന്നു. അമ്മനെ എനിക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇത് വെച്ചിട്ട്. ഉള്ള കാര്യം പറയണ്ട. എനിക്കിത് എത്ര ആലോചിച്ച് നോക്കിയിട്ട് CBI തെളിയിക്കാത്ത കേസുകളെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അറിയാം, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എന്റെ സ്ഥിരമായിട്ട് കാണുന്നവരറിയായിരിക്കും. ആ കേസ് വരെ ഞാൻ തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കേസ് അമ്മയുടെ എനിക്കൊരു എട്ടും പിടി കിട്ടില്ല. കുറെ നിരന്ത പെണ്ണുങ്ങളുണ്ട്, 10, 22, 23 ആ വയസ്സിലുള്ള കുറെ എണ്ണം ഉണ്ട്. എന്റെ പള്ളി ഇതെന്തൊരു യൂണിവേഴ്സലേ, ഇതെന്താണ്? വർഷങ്ങളായി നടക്കുന്നുണ്ട്. എനിക്കിപ്പോഴും കാര്യങ്ങൾ പിടിയിട്ടിട്ടില്ല. എനിക്കിപ്പോഴും കാര്യം പിടിയിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ നോക്കില്ല, ഇനി നോക്കി ഭ്രാന്താവും. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ വല്ലയിടത്ത് ഇരുന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണോ? അല്ലാതെ വേറെ ഒരു വഴി ഞാൻ കാണില്ലടേ.
സഫ മെഹറിൻ വേഴാമ്പൽ കേഴും വേനൽ കുടീരം നീ ഏകാകിനി എന്നോർമകൾ ഏതോ നിഴൽ സ്വപ്നങ്ങളായി. നിങ്ങൾ എങ്ങനെ പാട്ട് പാടിയിരിക്കുന്നത് കൂടുതൽ ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ എന്റെ കിളി പറന്നിരിക്കുകയാണ്. എന്റെ ഞാൻ മെന്റലായി പോകും. നമുക്ക് വീട് കാണാം. ജഗത്ത്.